ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മലയാളി പാസ്റ്റർ ജയിലിൽ തുടരുകയാണ്. തിരുവനന്തപുരം സ്വദേശി ആൽബിനാണ് കാൺപൂർ ദെഹാന്ത് ജയിലിലുള്ളത്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് ആൽബിനെ കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച അറസ്റ്റിലായ ആൽബിന്റെ FIR അടക്കം ലഭിക്കാത്തതിനാൽ ജാമ്യം ശ്രമിക്കാനും കഴിയുന്നില്ല എന്നാണ് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ ആരോപണം. ഞങ്ങൾ ഓൺ ദ വേ ആ ഘാട്ടംപൂർ പോലീസ് സ്റ്റേഷനിലെ കാരണം ഞങ്ങളുടെ വക്കീലും അവിടെ ഉണ്ട്. പക്ഷെ ആരും പറഞ്ഞ അവിടുത്തെ IO ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഇൻസ്പെക്ടറും അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആരും FIRയുടെ കോപ്പി തരുന്നില്ല സാറേ. അപ്പൊ ഞങ്ങൾ 4-5 പേര് അങ്ങോട്ട് ഇപ്പം പോവുക. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഇദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്? അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അവരുടെ പരാതി എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞ 13-ാം തീയതി നടന്ന സംഭവമാണ്. അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാത്തതെന്ന് ഈ സഹപ്രവർത്തകർ എല്ലാവരും മലയാളികളാണ്. അതിൽ ആന്റണി എന്ന ആളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും അടക്കമാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതി ഉണ്ടായിരുന്നു. മതപരിവർത്തനം നടത്തുന്നു. അത് മാത്രമല്ല വിദേശ ഫണ്ട് അവിടേക്ക് വരുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട് ഇവർ. ആ ഫണ്ട് ഇവർ അവിടെയുള്ള ആളുകൾ കൊടുത്തുകൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത് എന്നൊക്കെയായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആരോപണം. ആ ആരോപണത്തെ തുടർന്നും അവിടെ പിന്നെ സംഘർഷം ഉണ്ടാകുന്നു. ഇവരെ പിടിച്ചു വെക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ആ സംഘർഷത്തെ തുടർന്നാണ് അവിടെ പോലീസ് എത്തുന്നത്. അങ്ങനെ ഘാട്ടംപൂർ ഗ്രാമത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. പോലീസ് എത്തുന്നു, ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഭാര്യയെയും മക്കളെയും പോലീസ് വെറുതെ വിടുന്നു. അതിനുശേഷമാണ് ആൽബിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഇദ്ദേഹത്തെ മിനിഞ്ഞാന്നും ഇന്നലെയും റിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനോ ആ രൂപത്തിലുള്ള നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് ഒന്നും പോകാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് സഹപ്രവർത്തകർ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ പലതവണ FIR എന്ത് കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൈമാറണമെന്ന് പറയുന്നു. FIR കിട്ടിയെങ്കിൽ മാത്രമേ ജാമ്യത്തിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ, ജാമ്യത്തിന് അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 13-ാം തീയതി ഇവർക്ക് ജാമ്യത്തിന് അപേക്ഷ നൽകാൻ കഴിഞ്ഞില്ല എന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇന്നും അവിടെ അവധിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെയും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ, അതായത് നിയമപരമായ നീക്കങ്ങൾ നടത്താൻ സഹപ്രവർത്തകർക്കോ ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി അവിടെ പാസ്റ്ററായി ജീവിക്കുന്ന ആൽബിനും കുടുംബത്തിനും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്, കാൺപൂരിൽ ജയിലിലാണ്. ആ ജയിലിലുള്ള ആൽബിനെ കാണാനോ നിയമപരമായുള്ള കാര്യങ്ങൾക്ക് നീങ്ങാനോ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരുടെ അഭിഭാഷകൻ ഇപ്പോൾ നിലവിൽ ഈ സമയം അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആരും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അഭിഭാഷകനോ FIRന്റെ കോപ്പി നൽകാൻ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, ഏത് കേസിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. ജയിലിലാണെന്ന് മാത്രമേ ഇവർക്ക് അറിയുകയുള്ളൂ എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും FIRന്റെ കോപ്പി കിട്ടുമെന്നും നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകാൻ കഴിയുമെന്നാണ് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്തായാലും ഇത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശികമായി ആളുകൾക്കിടയിൽ ആളുകളുമായി വലിയ ബന്ധമുള്ള ആളുകളാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ കൂട്ടി പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അവർ നടത്താനുള്ള ശ്രമങ്ങളിലാണ് അവർ ഉള്ളത്, കാൺപൂരിലെ ഘാട്ടംപൂരിലുള്ളത് എന്നാണ് SK വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.